മൃദംഗവിഷൻ കലൂർ സ്റ്റേഡിയത്തിൽ നടത്തിയ പരിപാടി അപ്പടി പിഴവാണ് എന്ന് നമ്മൾ തുടക്കം മുതൽ പറയുന്നു. വിവിധ കാര്യങ്ങളെക്കുറിച്ച്, അതിൽ സ്റ്റേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് തലേ ദിവസം രാത്രിയിലാണ് സ്റ്റേജ് നിർമ്മാണം പൂർത്തിയായത്. അതും കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗം പരിശോധനയ്ക്ക് എത്തുമ്പോൾ ഈ സ്റ്റേജ് നിർമ്മാണം അവിടെ പൂർത്തിയായിരുന്നില്ല. മാത്രവുമല്ല, അവിടെ ഒരു ആംബുലൻസും ഒരു കാരവനും മാത്രമാണ് അവർ ഒരുക്കങ്ങളായി അവിടെ ഉണ്ടായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എന്നാണ്. കൂടുതൽ വിവരങ്ങളുമായി രാഗിൻ ചേരുന്നു കൊച്ചിയിൽ നിന്നും. രാഗിൻ, ഗുഡ് മോർണിംഗ്. മൃദംഗവിഷന്റെ പരിപാടി എന്ന് പറയുമ്പോൾ തന്നെ അടിമുടി പിഴവുകൾ തുടക്കം മുതലേ ഉണ്ട്. ഇപ്പോഴിതാ പറയുന്നു, ആരോഗ്യ പ്രവർത്തകർ വന്ന് പരിശോധന നടത്തേണ്ട സമയത്ത് സ്റ്റേജ് നിർമ്മാണം പൂർത്തിയായില്ല എന്ന്. ഈ പൂർത്തിയാവാതെ എങ്ങനെയാണ് ഈ പരിപാടി അവിടെ നടത്താനാവുക? അങ്ങനെയാണെങ്കിൽ അത് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് കൂടിയുള്ളൊരു പിഴവല്ലേ? കാരണം അത് പൂർത്തിയായ ശേഷം മാത്രമേ, ഇവരുടെ പരിശോധനകൾ പൂർത്തിയായതിനു ശേഷവും മാത്രമേ പരിപാടി നടത്താൻ പാടുള്ളൂ എന്ന് ശഠിക്കേണ്ടിയിരുന്നു അല്ലേ? ഇത്രയും പേർ പങ്കെടുത്തൊരു പരിപാടിയിൽ വലിയ തോതിലുള്ള സുരക്ഷാ വീഴ്ചയാണ് നടന്നിരിക്കുന്നതെന്ന് ഇതിനോടകം വ്യക്തമായിട്ടുണ്ട്. അപ്പോഴാണ് ഈ സ്റ്റേജ് നിർമ്മാണമൊക്കെ തലേന്ന് രാത്രിയാണ് ഈ തട്ടിക്കൂട്ട് സ്റ്റേജ് ഉൾപ്പെടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മളോടൊപ്പം ബിജി ഉണ്ട്. ബിജി, ഈ വിശ്വാസവഞ്ചന സംബന്ധിച്ചുള്ള പരാതി നൽകിയ ആളാണ് ബിജി. താങ്കളുടെ ഈ പരാതിയിൽ എടുത്ത കേസിൽ അന്വേഷണം തൃപ്തികരമാണ്? താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഒരിക്കലും അല്ല. കാര്യം, ഞാൻ തിങ്കളാഴ്ച രാവിലെയാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഈ കാര്യം വസ്തുത വെളിപ്പെടുത്തുന്നത്. സോമോട്ട പ്രകാരം കേസെടുക്കുന്നതിന് അവർക്ക് ചെയ്യാം, ഓക്കെ. പിറ്റേ ദിവസം, അതായത് തിങ്കളാഴ്ച പറയുന്നു, ചൊവ്വാഴ്ച ഉച്ചയായപ്പോഴാണ് എന്നെ പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് മൊഴി എടുക്കണമെന്ന് പറയുന്നത്. മൊഴി തരാൻ താല്പര്യമുണ്ടോന്നേ ചോദിച്ചുള്ളൂ. ഞാൻ വളരെ ഫാസ്റ്റായിട്ട് അതിന് 10 മിനിറ്റ് കഴിഞ്ഞ് റിപ്ലൈ കൊടുത്തു. ഞാൻ ഏകദേശം ഒരു 4 മണിയോടടുത്ത് ഞാൻ സ്റ്റേഷനിൽ ചെല്ലുന്നു. അതായത് മൃദംഗവിഷനുമായി ബന്ധപ്പെട്ട് എടുത്ത വിശ്വാസവഞ്ചന കേസിന്റെ അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നില്ല. പോലീസ് അന്വേഷണം ശരിയായ ദിശയിലല്ല. അല്ല. കാര്യം, അങ്ങനെ ഒരു അന്വേഷണത്തിൽ ഇതിനകത്ത് ഇത്ര തീവ്രമായ രീതിയിൽ ഒരു അന്വേഷണം വേണമെന്ന് പറഞ്ഞാൽ അതിന് സജ്ജമായ ഒരു ടീം അവിടെ ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പാലാരിവട്ടം സ്റ്റേഷനിൽ നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ചെല്ലുമ്പോൾ പോലും വളരെ സമയമെടുത്ത്, അതായത് ഞാൻ 4 മണിക്ക് പാലാരിവട്ടം സ്റ്റേഷനിൽ കയറിയ ഞാൻ അവിടെ നിന്ന് 10:30 ആയപ്പോഴത്തേക്കാണ് ഇറങ്ങുന്നത്. ഇതെങ്ങനെയാ? കുട്ടികളൊക്കെ നേരിട്ട് ബുദ്ധിമുട്ട് വലിയ തോതിലായിരുന്നല്ലോ. ഒരുപാട് പേർ വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടി ഇങ്ങോട്ട് എത്താൻ 2 മണിക്കൂർ നേരം കാത്തിരുന്നാണ് ഇവിടെ അകത്ത് കയറിയത്. അങ്ങനെയൊക്കെ ഒട്ടനവധി ബുദ്ധിമുട്ട് നേരിട്ടില്ല. ഇതിന് 7 ഗേറ്റ് ആണുള്ളത്. ഗ്രൗണ്ടിലേക്ക് 7 ഗേറ്റാണ് ഉള്ളത്. അതിലെ ഒരു 4 ഗേറ്റോ മറ്റോ അന്ന് തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. ശരിക്കും ഗാലറിയിലേക്കാണ് മറ്റ് ഗേറ്റുകളുള്ളത്. അത് ബ്ലാസ്റ്റേഴ്സിന്റെ കളി നടക്കുമ്പോഴാണ് കൂടുതലായിട്ട് തുറന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഇതിന് വേണ്ടിയിട്ട് ഒരു സൗകര്യം, ഇവരൊരു QR കോഡ് സ്കാൻ ചെയ്ത് കുട്ടികളെ കയറ്റുന്നു എന്ന് പറയുമ്പോൾ പോലും ആ QR കോഡ് വർക്ക് ചെയ്യാതെ 12,000 കുട്ടികൾ വെയിറ്റ് ചെയ്തിട്ട് പാലാരിവട്ടം CI വന്ന് ഈ ഒരു സിസ്റ്റം വേണ്ട, ഇവര് വസ്ത്രമൊക്കെ ധരിച്ച് ഇതിനു വേണ്ടി വന്നവരല്ലേ എന്നുള്ള നിലയ്ക്ക് ഇവരെ അങ്ങ് കയറ്റിവിടുമായിരുന്നു. പോലീസ് ഇടപെടൽ ആ ഘട്ടത്തിൽ തന്നെ ഇതിന്റെ നിരുത്തരവാദമായിട്ടുള്ള സമീപനം ഉണ്ടായപ്പോൾ ഇടപെട്ടിരുന്നു പോലീസ്, അല്ലെ? ഈ സംഘാടകരുടെ ഭാഗത്ത് പറഞ്ഞ കുട്ടികൾ തല ഇറങ്ങുന്നു, ഡീഹൈഡ്രേഷൻ വരുന്നു എന്നൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ വന്ന കാര്യം. 3 മണിക്കാണ് ഇവിടെ എത്താൻ പറഞ്ഞിരുന്നത്. പരിപാടി നടക്കുന്ന 6 മണിക്കും. വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടി എന്ന് പറയുമ്പോൾ ഇതിനൊരു വോളണ്ടിയർ സിസ്റ്റം ഇവർക്കില്ല. ഇവർ ഈ പറയുന്ന ഇവരുടെ ഈ പിന്നണി സംഘാടകർ എന്ന് പറയുന്നവരൊക്കെ ഈ സ്റ്റേജിൽ ആള് കളിക്കാൻ കയറി നിന്നതല്ലാതെ ഇതിനൊരു വോളണ്ടിയേഴ്സിനെ വെച്ച് ഈ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളൊന്നും അവർക്ക് എത്തിക്കാനുള്ള സിസ്റ്റം ഉണ്ടായിരുന്നില്ല. ടീച്ചേഴ്സ് വേണ്ടവർക്ക് പോവുക, വെള്ളം എടുക്കുക, കൊണ്ടുവരിക. കല്യാൺ സിൽക്സ് സ്പോൺസർ ചെയ്ത് ഏതാണ്ട് ഒരു 10-250 മില്ലി വരുന്ന ഒരു വെള്ളം, ഒരു ക്യാരവാനും ഒരു ആംബുലൻസും മാത്രമേ ഈ ഘട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. അതെ, ആംബുലൻസ്. ഇപ്പൊ സ്ട്രെച്ചറുമായി ഒരു ടീം ഇവിടെ നിൽക്കണം. ഇപ്പൊ നമുക്കറിയാം, ബ്ലാസ്റ്റേഴ്സിന്റെ കളിയൊക്കെ നടക്കുന്ന സമയത്ത് ഈ കളി പരിക്കേറ്റ ഉടനെയുള്ള ഒരു ചികിത്സ അവർ കൊടുക്കുമല്ലോ. ആ തരത്തിലൊരു സ്ട്രെച്ചർ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഉമാ തോമസിനെ ഇങ്ങനെ എടുക്കുന്ന സമയത്തുള്ള റിപ്സിന്റെ ഇതൊക്കെ അങ്ങനെ വരില്ലായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള സുരക്ഷാ വീഴ്ച ഒന്ന്, സാമ്പത്തിക തട്ടിപ്പിന്റെ കാര്യം പറയുമ്പോഴത്തേക്കിന് അതിൽ ഇതുവരെ അന്വേഷണം നടക്കുന്നു എന്നേ പറഞ്ഞുള്ളൂ. വ്യക്തമായ തെളിവുകൾ അടക്കം കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. ഒരു അക്കൗണ്ട് ഇപ്പോൾ മരവിപ്പിച്ചിട്ടുണ്ട്. ഒരു അക്കൗണ്ട് മരവിപ്പിച്ചു, വ്യക്തമായ തെളിവുകൾ കൊടുത്തിട്ടുണ്ട്. ദിവ്യ ഉണ്ണി കൃത്യമായി ഇവർക്ക് ഇതിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ പറഞ്ഞുള്ള വീഡിയോ ഉണ്ട്. ഓഗസ്റ്റ് മാസം തൊട്ട് ദിവ്യ ഉണ്ണിയും ഈ പൂർണിമ എന്ന് പറയുന്ന ആൾ ഒരുമിച്ചുള്ള അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളുണ്ട്. ഇതിലേക്കൊക്കെ അന്വേഷണം വളരെ തകൃതിയായി ചോദ്യം ചെയ്യണമെന്നൊരു ആവശ്യമാണ്. ഞാൻ പൂർണിമ അടക്കം ചോദ്യം ചെയ്യണം. എങ്ങനെയാണ് പൂർണിമയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഞാൻ പറയുന്നത്, സാധാരണ ഒരു മനുഷ്യന് പോലും ഇന്നൊരു വ്യക്തിയെക്കുറിച്ചുള്ള അറിവുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഗൂഗിളും ഫേസ്ബുക്കും ഒക്കെ ഉള്ളപ്പം അതൊക്കെ നമ്മൾ തപ്പി പോലീസിന് കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇതിൽ ഉന്നത ഉദ്യോഗസ്ഥരെ സമീപിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ DGP തലത്തിലൊക്കെ പരാതിയുമായി പോകുന്നുണ്ടോ ഈ പോലീസ് അന്വേഷണം നിഷ്ക്രിയമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്? യഥാർത്ഥത്തിൽ വ്യക്തി എന്ന നിലയിലും ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ പേരിലാണ് ഇങ്ങനൊരു ഇതുമായിട്ട് ഞാൻ മുന്നോട്ട് വന്നത്. ആലോചിച്ച് ചെയ്യാം മുന്നോട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഏതായാലും ഇതിലുള്ളവരാരും എന്താ പറയുക, ഒരു രക്ഷപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതി വരാതെ ഉള്ള കാര്യങ്ങളിലേക്ക് പോകും.
എന്തായാലും ബിജിയാണ് നമുക്കൊപ്പം ചേർന്നത്. ഇതിൽ 2 കേസാണുള്ളത്. ഒന്ന് ഈ ഉമാ തോമസിന് അപകടം പറ്റിയതുമായി ബന്ധപ്പെട്ട കേസ്. ആ കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൽ മറുവശമുണ്ട്. അതായത് ഇവർ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ ഒട്ടനവധി കുട്ടികളിൽ നിന്ന് പണം പിരിക്കുന്നു, അതിനുശേഷം കാര്യങ്ങൾ നടത്തുന്നു. പക്ഷേ കൃത്യമായ ഒരു ക്രമീകരണവും ഒരുക്കിയിട്ടില്ല. ഇതിനകത്ത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഒരു ക്യാരവാൻ കിടക്കുന്നുണ്ട്. അത് ഈ ദിവ്യ ഉണ്ണിക്കും മറ്റുമൊക്കെ ഉള്ള ക്യാരവാൻ ആയിരുന്നു. ആ സംബന്ധിച്ചുള്ള ക്യാരവാൻ ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. ആംബുലൻസും അന്ന് ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയധികം പണപ്പിരിവ് നടത്തിയ ശേഷം ഈ കാര്യങ്ങൾ വ്യവസ്ഥകളൊന്നും ചെയ്യാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അപ്പോൾ വലിയ തട്ടിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പരാതി. അതിന്റെ അടിസ്ഥാനത്തിൽ FIR ഉണ്ട്. പക്ഷേ ആ FIR-ൽ എന്ത് നടപടിയാണ് പോലീസ് സ്വീകരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ ചീറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വിശ്വാസവഞ്ചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചുമത്തിക്കൊണ്ട് കൂടുതൽ ശക്തമായി പോലീസിന് മുന്നോട്ട് പോകാവുന്നതുമാണ്. പക്ഷേ അതുൾപ്പെടെ ഉണ്ടാകുന്നില്ല. പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ല ആ കേസിൽ എന്നതാണ് ഇവരുടെ അടക്കം പരാതി.